ഞാൻ പൈസ വാങ്ങുന്നില്ല, ടിക്കറ്റ് തരുവാണ്, പിന്നെ എന്തിനു സമരം ചെയ്യുന്നു? അതെന്തിനാ തരൂ? അപ്പൊ മീഡിയക്കാർ ആദ്യം തരട്ടെ. അവര് പ്രസ് തരൂ, അവരെ കാർഡ് തരൂ. ബസ് എടുക്കുന്നത് വരെയുള്ള സമയം അവർക്കുണ്ടല്ലോ. ശരി ശരി. അല്ല, നിങ്ങൾ കാർഡ് ഇല്ലാത്ത തരൂ. മീഡിയക്കാര് എനിക്ക് കൊടുക്കാൻ 2 മിനിറ്റ് മതി. എത്ര പേര്? 22. വെച്ചോളൂ, ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല. കോൺഗ്രസ് സർക്കാർ നേതൃത്വത്തിൽ വരുമ്പോൾ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് ഉറപ്പ് നൽകി. മെയ് 15 മുതലാണ് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് പ്രതിഷേധവുമായിട്ടാണ് മഹിളാ മോർച്ച ഈ ഒരു ബസ് യാത്രയ്ക്ക് ഒരുങ്ങിയത്. ആറ്റിങ്ങൽ, തമ്പാനൂർ മുതൽ ആറ്റിങ്ങൽ വരെയുള്ള ബസ്സിലേക്കാണ് അവർ കയറിയത്. എന്തായാലും അവർ പ്രതിഷേധത്തിന് മുൻപ് തന്നെ അവർക്ക് സൗജന്യ യാത്ര തന്നെ ലഭിച്ചിരിക്കുകയാണ്. സൗജന്യ ടിക്കറ്റും കണ്ടക്ടർ നൽകിയിരിക്കുകയാണ്. ഒരു പ്രതിഷേധത്തിന് മുൻപ് തന്നെ കോൺഗ്രസ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ വാഗ്ദാനം പോലെ തന്നെ നടപ്പിലാക്കിയിരിക്കുകയാണ് വനിതകൾക്ക് സൗജന്യ യാത്ര. ആ ഒരു സൗജന്യ യാത്രയുടെ കാഴ്ചകളാണ് നമ്മൾ കുറച്ച് മുൻപ് വരെ കണ്ടിരുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ ആ ഒരു വാഗ്ദാനം നടപ്പിലാക്കി, അല്ലെങ്കിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ആ ഒരു വാഗ്ദാനം വനിതകൾക്കുള്ള ആ ഒരു അവർക്ക് പറഞ്ഞ ഒരു വാഗ്ദാനം നടപ്പിലാക്കിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള ആദ്യ സൗജന്യ യാത്രയാണ് ഈ തമ്പാനൂരിൽ നിന്നും ആരംഭിക്കുന്നത്. തമ്പാനൂർ മുതൽ ആറ്റിങ്ങൽ വരെയുള്ള ടിക്കറ്റാണ് ഇതിലെ സ്ത്രീകൾ എടുത്തിരിക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്ക് ഉള്ള ഒരു വലിയ നേട്ടമാണ്. ഇന്നു മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്. ആദ്യ ബസ്, ആറ്റിങ്ങിലേക്കുള്ള ആദ്യ KSRTC ബസ്, സ്ത്രീകളെ സൗജന്യ യാത്രയിലേക്കുള്ള ആദ്യ KSRTC ബസ് ഇത് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 22ഓളം സ്ത്രീകൾക്കാണ് സൗജന്യ ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. മെയ് 15 മുതലാണ് കോൺഗ്രസ് ഉറപ്പ് നൽകിയ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ അവർ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതും വൈകുന്നു. ഇനിയും മന്ത്രിമാരെ പ്രഖ്യാപിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതിഷേധം എത്രത്തോളം? മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. മെയ് 4-ാം തീയതി നമ്മുടെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്ന ഉടനെ തന്നെയാണ്, അതേ തീയതി തന്നെയാണ് വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു,
ആസാം തുടങ്ങി പുതുച്ചേരി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ഒക്കെ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കാര്യങ്ങൾ യഥാപടി നടക്കുകയും അവിടെയൊക്കെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷവും കേരളത്തിൽ അത്തരം നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയൊരു വീഴ്ച തന്നെയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ തർക്കവും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നടക്കുന്ന തർക്കവും കാരണം ഇന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കസേര എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മാനക്കേട് തന്നെയാണ്. അത് അവരുടെ ഘടകകക്ഷികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം എന്നുള്ളത്. അങ്ങനെ കേരളത്തെ ഒരു അനാഥത്വത്തിലേക്ക് വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു കോൺഗ്രസ് തീർച്ചയായിട്ടും അധികാരത്തിലെത്തുന്ന സമയത്ത് സ്വന്തമായിട്ടുള്ള അധികാരം എന്നുള്ള ഒരു രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കണ്ടുവരുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനം ഞാൻ എടുത്തു പറയുന്നത് വെസ്റ്റ് ബംഗാൾ തന്നെ, അവിടെയും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അവർ സത്യപ്രതിജ്ഞ ചെയ്തു, ഇതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. സുവേന്ദു അധികാരി ഈ ഒരു ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ട് മുൻപോട്ട് പോയിരിക്കുകയാണ്. അപ്പം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം മറ്റ് സംസ്ഥാനങ്ങളിൽ പാലിക്കപ്പെട്ടു. ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുന്നതിന് കോൺഗ്രസിന്റെ വലിയൊരു വീഴ്ച. അതോടൊപ്പം തന്നെ നമ്മുടെ സിറ്റിംഗ് MP ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാലും നിയുക്ത MLA ആയിട്ടുള്ള ശ്രീ രമേശ് പിഷാരടിയും KSRTC ബസ്സുകളിൽ കയറി അതിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നുള്ള പ്രഖ്യാപനം. ആ തീയതിയും അവർ പറഞ്ഞിട്ടുള്ളതാണ്, യാത്ര എന്നുള്ള പ്രഖ്യാപനവും അവർ നൽകിയിട്ടുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ആ തീയതി അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആ തീയതിയോട് കൂറ് പുലർത്തണം, സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് അത് പാലിക്കണം എന്നുള്ളതാണ് മഹിളാ മോർച്ചയുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധ പ്രകടനമായിരിക്കുമല്ലേ ഇന്ന് കാഴ്ചവെക്കാൻ പോകുന്നത്? അങ്ങനെ പ്രതിഷേധ പ്രകടനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSRTC ബസ്സിൽ ഞങ്ങൾ കയറിയിരിക്കും. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാനാണ് മഹിളാ മോർച്ച തീരുമാനിച്ചിട്ടുള്ളത്. തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നും കോവളത്തേക്കൊരു യാത്ര, അതാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. എവിടെ വേണമെങ്കിലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം, ടൂറ് പോകാം, തീർത്ഥാടനത്തിന് പോകാം, സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുവിടാം, അങ്ങനെ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ KSRTC ബസ്സിൽ കയറിയിരുന്നാൽ മതി, ടിക്കറ്റ് കൊടുക്കണ്ട എന്നുള്ള വാക്കാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. അത് പാലിക്കപ്പെടണം. ഒരു തുടക്കം എന്നോണമായിരിക്കും അല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത്? അതെ അതെ അതെ, മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു ഫോൾട്ട് അത് കോൺഗ്രസ് മറച്ചു പിടിക്കരുത് ഈ ഒരു അവസരത്തിൽ. അതും അവരുടെ പോരായ്മയാണ്, കേരളത്തിന്റെ പോരായ്മയല്ല. 100-ൽ പരം സീറ്റ് വാങ്ങിക്കൊണ്ടാണ് UDF ഇന്ന് ഭരണത്തിലേറാൻ പോകുന്നത്. അപ്പോൾ ആ തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ അംഗീകാരം നൽകപ്പെട്ടിട്ടുള്ള ജനങ്ങളോട് തിരിച്ചു കൂറു പുലർത്തേണ്ട അധികാരവും അവകാശവും കോൺഗ്രസിനുണ്ട്. അത് അവർ വിനിയോഗിക്കണം. ആ നന്ദിയില്ലാത്ത ഏർപ്പാടുമായിട്ട് കോൺഗ്രസ് മുൻപോട്ട് പോകരുത്, അതാണ് പറയാനുള്ളത്. താങ്ക് യു.